നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഒരു തേനീച്ച വളർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. എൻ്റെ പേര് രഞ്ജിത്ത്, ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഈ ഒരു ബീ കീപ്പിങ്ങിനെ കുറിച്ച് കേൾക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ കൃഷി ഓഫീസറിൻ്റെ പറഞ്ഞിട്ടാണ്. വിജയപുരം പഞ്ചായത്തിലെ കൃഷി ഓഫീസർ രമ്യ മാഡം പറഞ്ഞിട്ടാണ്. അത് വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേനും ബിജു സാറിൻ്റെ തടത്തിൽ ഫാമിനെ കുറിച്ച് കേൾക്കുകയും ആ സമയത്ത് തന്നെ ഇവിടെ ഒരു കോഴ്സ് നടക്കുന്നുണ്ടെന്ന്, 2 ദിവസത്തെ ഒരു കോഴ്സ് നടക്കുന്നുണ്ടെന്നുള്ള അറിഞ്ഞ് സാറിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സാറ് ഒരു അഡ്മിഷൻ കിട്ടി. ഞാൻ ഇവിടെ വന്ന് അത് ഈ മാവേലിക്കരയിലുള്ള തേനീച്ച വളർത്തൽ കേന്ദ്രത്തിലെ സാറും പിന്നെ അതുപോലെ തന്നെ വളരെ പ്രൊഫഷണലായിട്ടുള്ള, നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഒരു തേനീച്ച വളർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. ഇപ്പോൾ 2 ദിവസം ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് തേനീച്ച വളർത്തലിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി. ഇനിയിപ്പം അടുത്ത കോഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് സാർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും വന്ന് അറ്റൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെ സാറിൻ്റെ ആയിട്ടുള്ള ഒരു സപ്പോർട്ടോടു കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഞങ്ങൾക്ക് ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ഇതിൽ കാരണം ഈ ബീ കീപ്പിങ്ങും അതുപോലെ തേനീച്ച വളർത്തൽ ഇത് ഇന്ന് മാർക്കറ്റിൽ നമ്മൾ അറിയാൻ വയ്യാത്ത അത്രയും ഗ്രോത്തുള്ളൊരു മേഖലയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബിനു സാറിനൊക്കെ പോലെ എത്രയോ സപ്പോർട്ടായിട്ടുള്ളൊരു ടീം നമ്മുടെ പുറകിലുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു എക്കണോമിക് ഗ്രോത്തും ഒരു സോഷ്യൽ എത്തിക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു കോഴ്സുമാണ്, ഒരു മേഖലയുമാണിത്. സാറ് ഇതുപോലെ ഒരു കണ്ടക്ട് ചെയ്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു, അതിന് അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.